ഹായ്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് കാസർഗോഡ് നിന്ന് കുറച്ച് പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞങ്ങളവിടെ വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. അത് അവരുടെ വീട് കാസർഗോഡാണ്. അപ്പോൾ ഇപ്പോൾ അവർ സ്ഥലമൊക്കെ മാറി അവർ പഞ്ചാബിലാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണ് അവരെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യവും ഞങ്ങളെ കാണാനായിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടു, കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ കോവളത്തോട്ട് പോയി കേട്ടോ. കോവളത്ത് പോയി. കോവളം പണ്ടത്തെ പോലെ എന്നുള്ളൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ കോവളത്തിൻ്റെ ഒരു പിക്ചറുണ്ടല്ലോ. ഞാനിപ്പോൾ പോയിട്ട് കുറേ നാളായി. അപ്പോൾ ആ ഒരു പിക്ചറൊന്നും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ കോവളത്ത് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഫോറിനേഴ്സൊക്കെ കാണുമായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ അധികം ഫോറിനേഴ്സ് ചിലപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെ അധികം ഫോറിനേഴ്സൊന്നുമില്ല. കടലൊക്കെ ഒരുപാട് ഇങ്ങനെ മേലോട്ട് വന്നു. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണ്ട് അങ്ങനെയൊക്കെ പിന്നെ പിള്ളേരൊക്കെ മണലിലൊക്കെ കുറേ നേരം കളിച്ചു. അവർക്ക് പിന്നെ എനിക്ക് പണ്ടേ കടൽ പേടിയാണ് കേട്ടോ. കുറച്ചൊക്കെ എനിക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ തന്നെ പേടിയാണ്. ആരെങ്കിലും പോണ കാണുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ. എനിക്കത് എന്തോ എനിക്കറിയില്ല, ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഫാമിലി, അപ്പോൾ നമ്മളൊരു വീട് പോലെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ രക്തബന്ധങ്ങളെ കാട്ടി നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഇതുപോലത്തെ സുഹൃത്ത് അങ്ങനെ ഞങ്ങൾക്കൊരു ആത്മബന്ധമുള്ളൊരു ഫാമിലിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളെ കാണാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരെ അടുത്തോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കണം പോകാൻ പറ്റുമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫിലിമൊക്കെ കാണാൻ പോയി കേട്ടോ. ഫിലിമൊക്കെ കാണാൻ പോയി, അതിരടി ഫിലിമൊക്കെ കാണാൻ പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർക്ക് 11 മണിക്ക് ബസ്സായിരുന്നു അവരതിൽ തിരിച്ച് പോയി കേട്ടോ. പോയപ്പോഴത്തേക്ക് പണ്ടത്തെ അതേപോലെ തന്നെയുള്ള സങ്കടവും വിഷമവും ഒക്കെ വന്നു. കാരണം ഇനി ഒരു വർഷം കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ, അടുത്തൊന്നും അല്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തേന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.